ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള സിലബസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 8ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ ഒരു പാഠമാണ് പിതാ കാ പ്രായശ്ചിത്. ഇത് എഴുതിയിരിക്കുന്നത് അരുൺ ഗാന്ധിയാണ്. ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത് അരവിന്ദ് ഗുപ്തയാണ്. പിതാ കാ പ്രായശ്ചിത് എന്ന് വെച്ചാൽ അച്ഛൻ്റെ പ്രായശ്ചിത്തം. നമ്മൾ എപ്പോഴാണ് പ്രായശ്ചിത്തം ചെയ്യുന്നത്? നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴാണ് പ്രായശ്ചിത്തം ചെയ്യുന്നത്, അല്ലേ? ഇവിടെ അച്ഛൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, മകനാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നത്? നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അരുൺ ഗാന്ധിയെക്കുറിച്ചൊന്ന് വായിക്കാം. डॉक्टर अरुण गांधी मणिलाल गांधी के बेटे और महात्मा गांधी के पोते हैं. അരുൺ ഗാന്ധി മണിലാൽ ഗാന്ധിയുടെ മകനും അതുപോലെ മഹാത്മാഗാന്ധിയുടെ ചെറുമോനും ആയിരുന്നു. അരുൺ ഗാന്ധിനെ 30 साल तक ടൈംസ് ഓഫ് ഇന്ത്യ മേ കാം കിയ. ഇദ്ദേഹം 30 വർഷക്കാലം ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്തു. ആപ്കി അനേക കിതാബേം പ്രകാശിത് ഹെ. അദ്ദേഹത്തിൻ്റെ ധാരാളം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആപ്പ് എം കെ ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് കെ സ്ഥാപക് ഹെ. എം കെ ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതിൻ്റെ ഫൗണ്ടറാണ് ഇദ്ദേഹം, സ്ഥാപകനാണ്. യ സംസ്ഥ അഹിംസ പർ ശോധ് കർത്തി ഹെ. ആ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അത് അഹിംസയെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഉസ് സമയ മേ 16 ബരസ് കാ ഥാ. ഇതൊരു ഓർമ്മക്കുറിപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നമ്മളോട് ആ കാര്യങ്ങൾ, പണ്ട് നടന്ന കാര്യങ്ങൾ പറയുകയാണ്. ഉസ് സമയ മേ 16 ബരസ് കാ ഥാ. 16 ബരസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 വയസ്സ്. और अपने माता पिता के साथ दक्षिण अफ्रीका में डरबन से करीब 18 मील की दूरी पर एक आश्रम में रहता था. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ ഡർബൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 18 കിലോമീറ്റർ ദൂരെയായി ഒരു ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത്. ആശ്രം കോ മേരെ ദാദാജി മഹാത്മാഗാന്ധിനെ സ്ഥാപിത് കിയാ താ. ഈ ആശ്രമം ആരാണ് സ്ഥാപിച്ചത്? അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനായ മഹാത്മാഗാന്ധി സ്ഥാപിച്ച ആശ്രമത്തിലാണ് അരുൺ ഗാന്ധിയും മാതാപിതാക്കളും താമസിച്ചിരുന്നത്. ആശ്രം ദൂർ ദരാജ് കെ ഇലാക്കെ മേ ഥാ. ദൂർ ദരാജ് എന്ന് വെച്ചാൽ വളരെ ദൂരെ ഉള്ള ഇലാക്ക. ഇലാക്ക എന്ന് വെച്ചാൽ എന്താ? പ്രദേശം. ആശ്രം ദൂർ ദരാജ് കെ ഇലാക്കെ മേ ഥാ. വളരെ ദൂരെയുള്ള ഒരു പ്രദേശത്തായിരുന്നു ആശ്രമം സ്ഥിതി ചെയ്തിരുന്നത്. വഹാൻ ദൂർ ദൂർ തക് ബസ് ഗന്നെ കെ ഖേത്ത് തേ. അവിടെ വളരെ ദൂരത്തിൽ ഗന്നെ കെ ഖേത്ത്. ഗന്നെ കെ ഖേത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കരിമ്പിൻ്റെ വയലുകൾ. അതായിരുന്നു ആകെ, അതുമാത്രം, കരിമ്പിൻ പാടം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഷഹർ സെ ബഹുത് ദൂർ രഹനെ കെ കാരൺ വഹാ ഹമാരെ കോയി പടോസി നഹി തേ. പട്ടണത്തിൽ നിന്ന് വളരെ ദൂരെയാണ് ഇവർ താമസിച്ചിരുന്നത്. അപ്പോൾ അവരുടെ അയൽപ്പക്കത്തൊന്നും ആരും തന്നെ ഇല്ലായിരുന്നു. इसलिए मैं और मेरी 2 बहनें हमेशा शहर जाने के इंतज़ार में रहते थे. അപ്പോൾ ചുറ്റുവട്ടത്തൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് അരുൺ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ 2 സഹോദരിമാരും പട്ടണത്തിലേക്ക് പോകാനായിട്ടൊരു തക്കവും കാത്തു നിൽക്കുകയാണ്. ഒരു ചാൻസ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഇവർ. ഹം ഷഹർ ജാനെ കെ ഹർ മൗക്കെ കി തലാഷ് മേ രഹത്തെ. പട്ടണത്തിൽ എപ്പോഴൊക്കെ പോകാമോ ആ അവസരങ്ങളൊക്കെ ഇവർ കാത്തിരിക്കുകയാണ്. ജിസിസെ ഹം അപ്നെ മിത്രോ സെ മിൽ സക്കെ. എന്തുകൊണ്ടാണ് ഇവർ പട്ടണത്തിൽ പോകാൻ ആഗ്രഹിച്ചത്? കാരണം അവരുടെ കൂട്ടുകാരെല്ലാവരും പട്ടണത്തിലാണ്. പട്ടണത്തിൽ ചെന്നാൽ കൂട്ടുകാരെ കാണാം. और साथ ही वहाँ के सिनेमाघर में फिल्म देख सके. അതുമാത്രമല്ല, സിനിമാ തിയേറ്ററിൽ പോയി സിനിമയും കാണാമല്ലോ. അപ്പോൾ പട്ടണത്തിൽ പോകുന്നതിന് 2 ഉദ്ദേശങ്ങളുണ്ട്. എന്തെല്ലാമാണ്? ഒന്ന്, കൂട്ടുകാരെ കാണാം, രണ്ടാമത് ഫിലിമും കാണാം. അതുകൊണ്ട് അവരെപ്പോഴും പട്ടണത്തിൽ പോകാനുള്ള അവസരം പാർത്ത് ഇരുന്നു. एक दिन पिताजी ने मुझसे कहा कि मैं उन्हें कार से शहर ले जाऊं. അങ്ങനെ പട്ടണത്തിൽ പോകാനുള്ള ചാൻസും കാത്തു നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ പറയുന്നത്, അച്ഛനെ ഒന്ന് പട്ടണം വരെ എത്തിക്കാൻ. അച്ഛന് പട്ടണം വരെ പോകേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ പട്ടണത്തിലെ കാറിൽ പോകാനായിട്ട് അച്ഛൻ പറഞ്ഞു.
उनकी वहाँ पूरे दिन की एक मीറ്റിംഗ് थी. അദ്ദേഹത്തിന് പകൽ മുഴുവൻ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. മുझे ऐसे ही मौके की तलाश थी. ഞാനും ഇതുപോലെ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. പട്ടണത്തിൽ ചുറ്റിക്കറങ്ങാനായിട്ടേ ദിവസം മുഴുവനും അച്ഛന് മീറ്റിങ്ങിൽ പങ്കെടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ അരുൺ ഗാന്ധിക്ക് പട്ടണത്തിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടക്കാം. क्योंकि मैं शहर जा रहा था. माँ ने मुझे सामान लाने की एक लंबी लिस्ट थमा दी. എന്തായാലും ഞാൻ പട്ടണത്തിലേക്ക് പോകുമല്ലേ, അപ്പം അമ്മ എന്ത് ചെയ്തു, സാധനങ്ങൾ, വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു നീണ്ട ലിസ്റ്റും അരുൺ ഗാന്ധിയെ ഏൽപ്പിച്ചു. ഷഹർ മേ മുझे पूरा दिन बिताना था. പട്ടണത്തിൽ മുഴുവൻ ദിവസവും അവിടെ ചെലവഴിക്കേണ്ടത് ഉണ്ട്. इसलिए पिताजी ने मुझसे वहाँ कई बकाया कामों को पूरा करने को कहा. അപ്പോൾ അച്ഛൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, എന്തായാലും ദിവസം മുഴുവൻ നീ പട്ടണത്തിൽ നിൽക്കേണ്ടതല്ലേ, അതുകൊണ്ട് ബാക്കിയുള്ള ജോലികളൊക്കെ തീർത്തിട്ട് വന്നാൽ മതി. ഇസ്മേ കാർ കി സർവീസിംഗ് ബി ഷാമിൽ ഥി. ഈ കൂട്ടത്തിൽ കാറിൻ്റെ സർവീസിംഗ് കൂടി ഉൾപ്പെട്ടിരുന്നു. വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ കാറിൻ്റെ സർവീസ് ചെയ്യിക്കാനും ഉണ്ടായിരുന്നു. मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वहीं आ जाने को कहा. ഇദ്ദേഹം അച്ഛനെ അവിടെ കൊണ്ടാക്കിയപ്പോൾ അച്ഛൻ എന്തു പറഞ്ഞു, 5 മണിക്ക് അവിടെ തിരിച്ചെത്തണമെന്ന് പറഞ്ഞു. बताए गए कामों को फटाफट निपटाने के बाद मैं झट से सिनेमाघर में घुस गया. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഫട്ടാഫട്ട് എന്ന് വെച്ചാൽ എന്താ, പെട്ടെന്ന്, നിപ്റ്റാനെ കെ ബാദ് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കിയ ശേഷം മേ ജഡ് സെ സിനിമാഘർ മേ ഘുസ് ഗയ. ഞാൻ പെട്ടെന്ന് തന്നെ, ജഡ് സെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ, സിനിമാഘർ എന്ന് വെച്ചാൽ സിനിമാ തിയേറ്ററിൽ ഘുസ് ഗയ പ്രവേശിച്ചു. वहाँ जॉन बेन की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रहा. അവിടെ ജോൺ ബെന്നിൻ്റെ ഒരു ഇംഗ്ലീഷ് പടം കണ്ടിരുന്നപ്പോൾ സമയത്തെക്കുറിച്ച് എനിക്ക് ഒരു ബോധവും ഇല്ലാതെ പോയി. और जब ध्यान आया तक शाम के 5:30 बज चुके थे. പെട്ടെന്നാണ് ഓർത്തത്, സിനിമയിൽ ലയിച്ചിരുന്നപ്പോൾ ഇദ്ദേഹം സമയത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ നോക്കിയപ്പോഴെത്രയാണ്, 5:30 മണിയായി കഴിഞ്ഞു. അച്ഛൻ എത്ര മണിക്കാണ് അവിടെ വരണമെന്ന് പറഞ്ഞത്? കാർ ജോലിയെല്ലാം തീർത്തിട്ട് പെട്ടെന്ന് തന്നെ വരണമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ സിനിമ ആകാറായപ്പോഴത്തേക്കും 5:30 മണിയായി. മേ ഝട്പട്ട് ഗ്യാരേജ് പहुंचा. ഞാൻ പെട്ടെന്ന് തന്നെ ഗ്യാരേജിലേക്ക് എത്തിച്ചേർന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഗ്യാരേജിലേക്ക് പോയത്? സർവീസിങ്ങിന് കൊടുത്ത കാറ് വാങ്ങാനായിട്ട്. वहाँ से कार लेकर जब मैं पिताजी के पास पहुंचा तब तक शाम के 6 बज चुके थे. അവിടെ നിന്ന് കാറും വാങ്ങി അച്ഛൻ്റെ അടുത്തെത്തിയപ്പോൾ 6 മണിയായി കഴിഞ്ഞു. पिताजी बेसब्री से मेरा इंतजार कर रहे थे. पिताजी क्या कर रहे थे? बेसब्री से, അക്ഷമനായിട്ട് നിൽക്കുകയാണ്. വരാൻ പറഞ്ഞ മകനെ കാണാണ്ടായപ്പോൾ അച്ഛനിങ്ങനെ അക്ഷമനായിട്ട് നിൽക്കുന്നു. മേരാ ഇന്തിസാർ കർ രഹേ ഥേ, എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. ഉനോനെ ഉത്സുകതാപൂർവക് പൂച്ച. അദ്ദേഹം ഉത്സുകതയോടുകൂടി ചോദിച്ചു, എന്താണ്? തും ലേറ്റ് ക്യോ ഹുയേ, എന്താ വൈകിയത്? उन्हें यह बताते हुए मुझे बहुत शर्म आई कि मैं जॉन बेन की एक पश्चिमी फिल्म देख रहा था. അച്ഛനോട് എങ്ങനെ പറയും? മഹാത്മാഗാന്ധിയുടെ മകനാണ് അച്ഛനെന്ന് പറയുന്നത്, അതുപോലെ ഇദ്ദേഹം മഹാത്മാഗാന്ധിയുടെ ചെറുമോനാണ്. ഇങ്ങനെയുള്ള ഇവർ ഇംഗ്ലീഷ് ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് അച്ഛനോട് ഞാൻ എങ്ങനെ പറയും? അത് പറയാൻ എനിക്ക് ലജ്ജ തോന്നി. അതുകൊണ്ട് എന്തു പറഞ്ഞു? ഇസ്ലിയെ മേനെ കഹ് ദിയാ കി കാർ തയ്യാർ നഹി തീ. സിനിമാ തിയേറ്ററിൽ കയറി എന്ന് പറയാനായിട്ട് നാണക്കേട്. അതുകൊണ്ട് അച്ഛനോട് ഞാൻ കള്ളം പറഞ്ഞു. എന്താ പറഞ്ഞത്? കാറ് റിപ്പയർ ചെയ്ത് സർവീസിങ് ആയി കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ടാണ് വൈകിയത്. അത്രയും നേരം അവിടെ എനിക്ക് നിൽക്കേണ്ടി വന്നു, അതുകൊണ്ട് വൈകിയെന്ന് അച്ഛനോട് കള്ളം പറഞ്ഞു. ഇസ്ലിയെ മേനെ കഹ് ദിയാ കി കാർ തയ്യാർ നഹി थी, इसलिए मुझे वहाँ देर हो गई, വൈകിപ്പോയി. मुझे इस बात का कोई अंदाज़ा नहीं था कि पिताजी पहले ही गैरेज को फ़ोन कर चुके थे. ഞാൻ ഈ കാര്യം ഒട്ടും ഊഹിച്ചതേ ഇല്ല. അന്താസ എന്ന് പറഞ്ഞാൽ എന്താ? ഊഹം. ഒരിക്കലും ഞാൻ ഊഹിച്ചില്ല ഞാൻ വരാൻ ലേറ്റ് ആകുമ്പോൾ, അവിടെ എത്താനായിട്ട് ലേറ്റ് ആകുമ്പോൾ അച്ഛൻ ഗ്യാരേജിൽ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല.
और असलियत से वाकिफ थे. അസ്ലിയത്ത് എന്ന് വെച്ചാൽ എന്താ? യാഥാർത്ഥ്യം, റിയാലിറ്റി. അസ്ലിയത്ത് സെ വാക്കിഫ് തേ, ഉള്ള കാര്യം അദ്ദേഹം നേരത്തെ തന്നെ മനസ്സിലാക്കി വെച്ചു. വാക്കിഫ് എന്ന് വെച്ചാൽ എന്താ? അറിവുള്ള. എന്തുകൊണ്ടാണ് മകൻ വൈകുന്നതെന്നുള്ളത് അദ്ദേഹം അവിടെ കാർ ഇനി റിപ്പയറായി കിട്ടാനാണോ താമസമെന്ന് എഴുതി അച്ഛൻ വേഗം വർക്ക്ഷോപ്പിൽ വിളിച്ചു അന്വേഷിച്ചു. വേ മേരെ ജൂട്ട് കോ ജാൻ ചുക്കേ ഥേ, അവിടെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ കാറ് നേരത്തെ തന്നെ റെഡിയായതാണെന്ന്. അപ്പോൾ ഇവിടെ അച്ഛന് മകൻ കള്ളം പറഞ്ഞതാണെന്ന് മനസ്സിലായി. ജിസ് तरह से मैंने तुम्हें बड़ा किया उसमें मुझसे कोई भारी चूक हुई है. मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया. അതായത് അദ്ദേഹം എൻ്റെ കള്ളത്തരം മനസ്സിലാക്കിയിട്ട് മുത്സെ പോലെ എന്നോട് പറഞ്ഞു. എന്താണ്? ജിസ് तरह से मैंने तुम्हें बड़ा किया उसमें मुझसे कोई भारी चूक हुई है. ഞാൻ എപ്രകാരത്തിലാണോ നിന്നെ വളർത്തി വലുതാക്കിയത് അതിലെനിക്ക് എന്തോ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്, അപരാധം സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? മേനെ തുമേ സച്ച് ബോൽനെ കാ ആത്മവിശ്വാസ് നഹി ദിയ, സത്യം പറയാനുള്ള ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണല്ലോ അച്ഛനോട് കള്ളം പറഞ്ഞത്. അപ്പം അച്ഛൻ പറയാണ്, ഞാൻ നിന്നെ വളർത്തിയതിൽ എനിക്ക് സംഭവിച്ച പിഴവ് മൂലമാണ് നീ ആത്മവിശ്വാസം ഇല്ലാത്തവനായിട്ട് മാറിയത് എന്ന്. अब मैं घर तक की 18 मील की दूरी पैदल चलकर ही तय करूँगा. ഇനി വീട് വരെയുള്ള അച്ഛനപ്പം പ്രായച്ചിത്തം ചെയ്യാമെന്ന് വിചാരിച്ചു. അച്ഛൻ ചെയ്ത തെറ്റെന്താണ്? മകനെ ആത്മവിശ്വാസമുള്ളവനാക്കി വളർത്തിയില്ല. അതുകൊണ്ടാണല്ലോ മകൻ കള്ളം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മകനെ ശിക്ഷിക്കുന്നതിന് പകരം അച്ഛൻ എന്തു ചെയ്തു? സ്വയം ശിക്ഷ ഏറ്റുവാങ്ങി. അദ്ദേഹം എന്താണ് സ്വയം ശിക്ഷ വിധിച്ചത്? 18 മീൽ കി ദൂരി, വീട്ടിലേക്കുള്ള 18 മൈൽ ദൂരം പൈതൽ ചൽക്കർ ഹി തൈ കരൂങ്ക. പൈതൽ എന്ന് പറഞ്ഞാൽ എന്താ? കാൽനട. കാൽനടയായിട്ട് തന്നെ പൂർത്തിയാക്കും. തൈ കരൂങ്ക എന്ന് വെച്ചാൽ പൂർത്തിയാക്കും എന്ന് അച്ഛൻ പറഞ്ഞു. യേ കഹത്തെ ഹുയെ സൂട്ട് ബൂട്ട് പഹനെ പിതാജീനെ ചലന ശുരു കിയ. ഇത് പറഞ്ഞുകൊണ്ട് സൂട്ടും ബൂട്ടും ഒക്കെ ധരിച്ച അച്ഛൻ കാറിൽ നിന്ന് കയറാതെ നടക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് 6 മണിയായി അവിടെ എത്തിയപ്പോൾ. പിന്നെ ഇവരുടെ സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി സമയം പോയി കാണും. अंधेरा हो चुका था, ഇരുട്ടായി. और ज़्यादातर रास्ता कच्चा था, അധികം റോഡും ആ വഴിയും എന്തായിരുന്നു? സഞ്ചാരയോഗ്യമല്ലാത്ത വഴിയായിരുന്നു, വളരെ മോശം വഴിയായിരുന്നു അത്. സഡക് സുൻസാൻ ഥി, വിജനമായ റോഡ്. സുൻസാൻ വിജനമായ, ആളൊഴിഞ്ഞ. और वहाँ कोई रोशनी भी नहीं थी, പ്രകാശവും ഇല്ലായിരുന്നു. मैं पिताजी को अकेला नहीं छोड़ सकता था, അച്ഛനെ ഒറ്റയ്ക്ക് വിടാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. അച്ഛൻ ഒറ്റയ്ക്ക് നടന്നു വരട്ടെ, ഞാൻ കാറിൽ പോകാമെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? इसलिए 5.5 घंटे तक मैं उनके पीछे पीछे धीमी गति से कार चलाता रहा. 5.5 घंटे, 5 घंटा എന്ന് വെച്ചാൽ എന്താ? 5 മണിക്കൂർ. 5.5 എന്ന് പറഞ്ഞാലോ 5.5 മണിക്കൂർ. 5.5 മണിക്കൂർ സമയം അച്ഛൻ്റെ പിന്നിൽ പയ്യെ പയ്യെ വണ്ടി, ധീമി ഗതീസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് വണ്ടി ഓടിച്ചു കൊണ്ടിരുന്നു. और मेरे झूठ पर पिताजी को प्रायश्चित करते हुए देखता रहा. ഞാൻ ചെയ്ത കുറ്റത്തിന്, ഞാൻ പറഞ്ഞ കള്ളത്തിന് അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നത് ഞാൻ കണ്ടു നിന്നു. ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായി നിന്നു. ഉസ് ദിൻ മേനെ ജീവൻ കാ ഏക് അഹം നിർണയ ലിയ. ആ ദിവസം അദ്ദേഹം ജീവിതത്തിലെ പ്രധാന ഒരു തീരുമാനമെടുത്തു. എന്തായിരിക്കും അരുൺ ഗാന്ധി എടുത്ത തീരുമാനം? നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? കള്ളം പറയുമ്പോഴത്തേക്കും നമ്മളുടെ അച്ഛൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുകയാണെങ്കിൽ നമ്മളെന്ത് തീരുമാനിക്കും? അച്ഛൻ അങ്ങനെ ചെയ്തോട്ടെ എന്ന് തീരുമാനിക്കുമോ? ഇല്ല അല്ലേ? നമുക്ക് അച്ഛനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഇനി ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല എന്ന് മനസ്സിൽ വിചാരിക്കും. ഇവിടെ അരുൺ ഗാന്ധിയും അതുപോലെ തന്നെയാണ് ചെയ്തത്. എന്താണ് അദ്ദേഹം ചെയ്തത്? ഒരു പ്രധാന തീരുമാനമെടുത്തു. മേ കബി ബി ജൂട്ട് നഹി ബോലൂങ്ക, ഞാനിനി ഒരിക്കലും കള്ളം പറയില്ല. മേ അക്സർ ഇസ് ഘടനാ കെ ബാരെ മേ സോച്ച്താ ഹൂം. പലപ്പോഴും ഞാൻ ഈ സംഭവത്തെക്കുറിച്ച് മിക്കവാറും ഞാൻ ഈ സംഭവത്തെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. അഗർ പിതാജീനെ മുझे अन्य पालकों की तरह सजा दी होती तो, അച്ഛൻ മറ്റു രക്ഷകർത്താക്കളെ പോലെ, പാലക് എന്താണ്? പാരൻസ്, രക്ഷകർത്താക്കളെ പോലെ എന്നെ ശിക്ഷിച്ചിരുന്നെങ്കിൽ, സസ എന്ന് വെച്ചാൽ എന്താ? ശിക്ഷ, ദണ്ഡ്. ദി ഹോത്തി തോ, നൽകിയിരുന്നെങ്കിൽ, ക്യാ മേനെ കൊയ് സബക് സീക്കാ ഹോത്ത, ഞാൻ വല്ല പാഠം പഠിക്കുമായിരുന്നു. ഒരടി കിട്ടിയാൽ അടിയുടെ വേദന മാറിയാൽ പിന്നെയും വീണ്ടും ആ തെറ്റ് ആവർത്തിക്കും അല്ലേ? ഇത് അങ്ങനെയാണോ?
അച്ഛൻ്റെ ഒപ്പം 5.5 മണിക്കൂർ ആ കാർ ഓടിച്ച് പതുക്കെ പതുക്കെ വന്നതും അച്ഛൻ കാൽനടയായിട്ട് നടന്നതുമൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ ആ തെറ്റ് ആവർത്തിക്കില്ല. അപ്പോൾ അച്ഛൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിലോ, ഒരടിയാണ് എനിക്ക് കിട്ടിയിരുന്നെങ്കിലോ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമായിരുന്നു, ഒരു പാഠം ഞാൻ പഠിക്കില്ലായിരുന്നു. ഷായദ് നഹി, ഒരു പക്ഷേ ഇല്ല. സസാ രഹനെ കെ ബാദ് ഭി മേ ഷായദ് झूठ बोलने की अपनी आदत नहीं बदलती होगी. അടി കിട്ടിക്കഴിഞ്ഞാലും കള്ളം പറയാനുള്ള ആ ശീലം മാറ്റാതെ അത് തുടർന്നുകൊണ്ടിരിക്കും. परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ. എന്നാലോ അഹിംസാപരമായ ഈ സംഭവം എന്നിൽ വളരെയധികം, വളരെ ആഴത്തിൽ എന്നെ സ്വാധീനിച്ചു ഈ സംഭവം. മുझे लगता है जैसे यह घटना कल ही घटी हो. ഇപ്പം ആലോചിക്കുമ്പോഴും അദ്ദേഹത്തിന് തോന്നുന്നു ഈ സംഭവം ഇന്നലെ കഴിഞ്ഞ പോലെ. കാരണം അത്രയ്ക്കും അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിപ്പിച്ച ഒരു സംഭവമാണ് ഇത്. താൻ ചെയ്ത കുറ്റത്തിന് തൻ്റെ അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നത് കണ്ട് അരുൺ ഗാന്ധി വളരെയധികം വിഷമിച്ചു. പിന്നെ ജീവിതത്തിൽ ആ തെറ്റ് ആവർത്തിക്കില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതുകൊണ്ട് ഈ സംഭവം ഓർക്കുമ്പോൾ ഇന്നലെ നടന്ന സംഭവമായിട്ടാണ് അരുൺ ഗാന്ധിക്ക് തോന്നുന്നത്. അഹിംസ കി യഹി ശക്തി ഹെ, ഇതാണ് അഹിംസയുടെ ശക്തി. ഇനി നമുക്ക് ഈ പാഠഭാഗത്ത് 2 ചോദ്യങ്ങളുണ്ട്, അത് നോക്കാം. വഹ് झूठ बोला, कार तैयार नहीं थी इसलिए देर हो गई. इस तरह झूठ बोलना क्या सही है? क्यों? അതായത് കള്ളം പറഞ്ഞു. എന്താണ് കള്ളം പറഞ്ഞത്? കാർ തയ്യാർ നഹി थी इसलिए देर हो गई. इस तरह झूठ बोलना क्या सही है? क्यों? ഇങ്ങനെ കള്ളത്തരം പറയുന്നത് ശരിയാണോ? എന്തുകൊണ്ടാണ് അത് ശരിയല്ല എന്ന് പറയുന്നത്? ശരിയാണെങ്കിൽ എന്തുകൊണ്ട്? ശരിയല്ലെങ്കിലും എന്തുകൊണ്ട്? കള്ളം പറയുന്നത് ഒരു നല്ല ശീലമാണോ? നിങ്ങൾ പറയൂ, കള്ളം പറയുന്നത് നല്ല ശീലമാണോ? അല്ല, അതൊരു നല്ല ശീലമേ അല്ല കള്ളം പറയുക എന്നുള്ളത്. നമ്മൾ എന്തോരം കള്ളം പറഞ്ഞാലും എപ്പോഴെങ്കിലും ആ സത്യം തെളിയിക്കപ്പെടും, അല്ലേ? അതുകൊണ്ട് കള്ളം പറയുന്നത് നല്ല ശീലം അല്ല. झूठ बोलना सही नहीं है. झूठ बोलने से हमारी गलती कुछ देर तक छिपा सके. ഇതിൻ്റെ ഉത്തരമാണ് झूठ बोलना सही नहीं है. തെറ്റാണ്, ശരിയല്ല എന്ന് പറയുന്നത്, തെറ്റാണെന്ന് കള്ളം പറയുന്നത്. झूठ बोलने से हमारी गलती कुछ देर तक छिपा सके. നമുക്ക് കുറച്ച് നേരത്തേക്ക് നമ്മളുടെ തെറ്റ് മറച്ചു വെക്കാൻ സാധിക്കുകയുള്ളൂ, ഇല്ലേ? നമ്മൾ കള്ളം പറഞ്ഞാൽ ഏക് ന ഏക് ദിൻ അസ്ലിയത്ത് മാലും ഹോ ജായേഗ. ഒരു ദിവസം അല്ലെങ്കിൽ വേറൊരു ദിവസം യാഥാർത്ഥ്യം വെളിയിലേക്ക് വരും, എല്ലാവർക്കും അറിയും, എല്ലാവരും അറിയും. झूठ बोलना उचित नहीं है. അതുകൊണ്ട് കള്ളം പറയുന്നത് ഉചിതമല്ല. ഇനി അടുത്ത ചോദ്യം. घर तक की 18 मील की दूरी पैदल चलकर ही तय करूँगा. मणिलाल गांधी के इस निर्णय से आप सहमत है? क्यों? വീട് വരെയുള്ള 18 മൈൽ ദൂരം ഞാൻ കാൽനടയായിട്ട് തന്നെ പൂർത്തിയാക്കുമെന്ന് മണിലാൽ ഗാന്ധി തീരുമാനിച്ചു. ഇത് ശരിയാണോ അല്ലയോ? എന്തുകൊണ്ട്? അതായത് മേ ഉൻകെ ഇസ് നിർണയ സേ സഹമത് ഹോ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനത്തോട് യോജിക്കുന്നു. ക്യോങ്കി യഹ് അഹിംസാ കെ മാർഗ് സേ ഗൽത്തി സംജാനെ കാ തരീക ഹെ. ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാളെ തല്ലി തിരുത്തണ അല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? അഹിംസയുടെ മാർഗത്തിലൂടെ ശിക്ഷിക്കാതെ ആ തെറ്റ് കാണിക്കുകയാണ്. അതിനുള്ള ഒരു തെറ്റ് തിരുത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇസ് തരഹ് സസ ജീവൻ ഭർ യാദ് ദിലായേഗി. ഇങ്ങനെ ശിക്ഷ കിട്ടിയാൽ, ഒരടി കിട്ടിയാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും. പക്ഷെ ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയാലോ നമ്മൾ ഒരു കാരണവശാലും മറക്കൂല, ജീവിതാവസാനം വരെ നമ്മളത് ഓർക്കും. പുത്രയ്ക്ക് ഗൽത്തി പർ പിതാക്ക പ്രായശ്ചിത്ത്. എന്താണ് അവിടെ? പുത്രയ്ക്ക് ഗൽത്തി പർ പിതാക്ക പ്രായശ്ചിത്ത്. പുത്രൻ്റെ തെറ്റിന് അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നു. യ സസ സബ്സെ ബഡി സസ ഹെ. ഇത് ഏറ്റവും വലിയ ശിക്ഷ തന്നെ ആണ്. മകനെ ശിക്ഷിക്കേണ്ട, മകൻ ആ അച്ഛൻ നടക്കുന്നത് കണ്ട് വിഷമിച്ചാൽ മതി, അത് വലിയൊരു ശിക്ഷ തന്നെയാണ്. പിന്നെ ജീവിതത്തിൽ അത് ആവർത്തിക്കുകയില്ല. ഇനി നമുക്ക് പാഠഭാഗത്തിലുള്ള വേറൊരു പ്രവർത്തനം നോക്കാം. സഹി മിലാൻ കരെ. ഇവിടെ ഒരു കോളത്തിൽ വർഷ, സുദൂർ, പ്രദേശ്, അവസർ, പ്രതീക്ഷ, ഡൂണ്ട്.
അടുത്തതിൽ इंतजार बरस इलाका तलाश मौका दूर दराज. അപ്പോൾ ഇത് സഹി മിലാൻ കരെ മാച്ച് ദ ഫോളോയിങ് ആണ്, യോജിപ്പിക്കാനാണ്, ചേരുമ്പടി ചേർക്കാൻ. അപ്പോൾ വർഷ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? ബരസ്, വയസ്സ്. സുദൂർ എന്ന് പറഞ്ഞാലോ വളരെ ദൂരെ, ദൂർ ദരാജ്. പ്രദേശ് എന്ന് പറഞ്ഞാലോ ഇലാക്ക, പ്രദേശം. അവസർ എന്ന് പറഞ്ഞാലോ ചാൻസ്, മൗക്ക. പ്രതീക്ഷ, പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്തിസാർ, പ്രതീക്ഷയ്ക്ക് പറയുന്ന, ഹിന്ദിയിൽ പറയുന്ന മറ്റൊരു വാക്കാണ് ഇന്തിസാർ. ഡൂണ്ട് എന്ന് വെച്ചാലോ തലാഷ്, അന്വേഷിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. വർഷ്, ബരസ്, സുദൂർ, ദൂർദരാസ്, പ്രദേശ്, ഇലാക്ക, അവസർ, മൗക്ക, പ്രതീക്ഷ, ഇന്തിസാർ, ഡൂണ്ട്, തലാഷ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ പാഠഭാഗത്തിൻ്റെ ബാക്കി നോട്ട്സ് നമ്മുടെ ഫേസ്ബുക്ക് പേജായ കേരള സിലബസ് ഓൺലൈൻ ക്ലാസ്സിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ കാണും വരെ നന്ദി, നമസ്കാരം.